ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നോട് നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ സഹകരണത്തിനും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞു കൊടുക്കുന്നു. കുറച്ച് ദിവസം ബ്രേക്കായിപ്പോയി, എനിക്ക് 3 പ്രാവശ്യം ബ്രേക്കായിപ്പോയി, ഓരോ മാസം വീതം. അങ്ങനെ ഒരു ഡൗൺ ആയിപ്പോയി. നിങ്ങൾ ഞാൻ ഇനി കഴിയുമ്പോഴെല്ലാം വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്സ് വീഡിയോസ് ഇടാറുണ്ട്, അതാരും അങ്ങനെ എല്ലാവരും കാണാറൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ വീട്ടിലെ ചില വിശേഷങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും ഞാൻ അമ്പലങ്ങളിൽ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയതാണ്. ഞാൻ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒറട്ടിയാണ്. നമ്മൾ ഒറട്ടിയും ചിക്കൻ ഫ്രൈയുടെ പൊടി മാത്രം, ഗ്രേവി, തിക്ക് ഗ്രേവി എന്ന് പറയാം, ഡ്രൈ ഗ്രേവി എന്ന് പറയാം. അതും കൂട്ടി കഴിക്കാൻ പോവുകയാണ്. ഞാൻ വീട്ടിൽ ആരും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണിപ്പോൾ. ചായ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ, എന്നിട്ട് പിന്നെ കാണാം. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ ഇതിനെ വള്ളിപ്പയർ എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ തോരൻ വയ്ക്കും, മെഴുക്ക് പുരട്ടും. ഇത്ര നീളത്തിൽ മുറിച്ച് എണ്ണയും ഉപ്പും മാത്രം, വേറെ ഒന്നും ചേർക്കില്ല. വെളിച്ചെണ്ണയും ഉപ്പും ആവശ്യത്തിന് തളിച്ച് മെഴുക്ക് പുരട്ടി ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ കൊച്ചായിട്ട് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത്ര വലുപ്പത്തിൽ അരിഞ്ഞ്, ഇച്ചിരി ഉള്ളി കൂടെ വേണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്ത് അതിന് തോരൻ വയ്ക്കും. ഞാനിന്നൊരു തോരൻ വയ്ക്കാനാണ് പോകുന്നത്. വള്ളിപ്പയർ തോരൻ റെഡിയായി. ഇത് ഞാൻ ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർക്കാം, ഇഷ്ടമുള്ളവർക്ക് ഉള്ളി ചേർക്കാം. വെറും വള്ളിപ്പയർ മാത്രം കുഞ്ഞ് ഈ സൈസിൽ അരിഞ്ഞെടുത്തിട്ട് കടുവറുത്ത്, ഉഴുന്നും പരിപ്പ് എല്ലാം ഇട്ട് കടുവറുത്തതിന് ശേഷം തട്ടി അതിലേക്ക് ഇത് ചേർത്ത്, പയർ ചേർത്തിട്ട് കുറച്ച് നേരം വരട്ടി എണ്ണയിൽ തന്നെ വരട്ടിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വേവാനിച്ച് വെള്ളവും, അത് വേകുന്നതിന് വേണ്ടിയുള്ള വെള്ളവും ഒഴിച്ച് വേവിച്ച് വെന്തതിന് ശേഷം കുറച്ച് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം ഇത്രയും ഒന്ന് ഒതുക്കി ചിക്കി ഉലർത്തി വാങ്ങാൻ പോവുകയാണ്. ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ മത്തിയാണ്. 10 മത്തി കിട്ടി. 10 മത്തി കിട്ടി. ഇതിനെ ഒരു പഴയ മോഡലിലൊന്ന് കറി വയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലെ പഴമക്കാർ കറി വയ്ക്കുന്നത് പോലെ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയും അമ്മൂമ്മയും എല്ലാം കറി വയ്ക്കുന്ന അതേ രീതിയിൽ നിന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട്, വറുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ട് ചെറിയ സവാളയാണിത്, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. 10 മത്തിക്ക് വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തികയില്ല, 1/2 ടീസ്പൂൺ. അത് കഴിഞ്ഞെടുക്കുന്നത് മല്ലിപ്പൊടിയാണ്, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ഇത്രയും മതിയാകും. അത് കഴിഞ്ഞ് ഉലുവപ്പൊടി, പണ്ടുള്ളവർ മുഴുവൻ ഉലുവ, മുഴുവൻ മുളകും മല്ലി എല്ലാം മുഴുവനോടെ വറുത്താണ് അരയ്ക്കുന്നത്. എൻ്റെ കയ്യിൽ അത് മുഴുവനോടെ ഇല്ല, എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി. ആ മല്ലിപ്പൊടി കൂടെ ചേർത്തു. ഇനി ഇതിന് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചുവക്ക വറുത്തെടുത്തിട്ട് കുറച്ച് തേങ്ങ കൂടി, ചെറിയ തേങ്ങ കൂടി ചേർത്ത് അരയ്ക്കും. പഴമക്കാർ അരയ്ക്കുന്ന വാളം പുളിയാണ് അരയ്ക്കാൻ പോകുന്നത്. ഇത്രയും വറുത്തെടുത്ത് ഞാൻ മിക്സിയിലേക്ക് അരയ്ക്കാനായിട്ട് ഇത്ര തേങ്ങ കൂടി അതിനോടൊപ്പം ചേർക്കും. കുറച്ച് തേങ്ങ, അതിനോടൊപ്പം വാളംപുളി, ഇത്രയും വാളംപുളി, കറുത്ത പുളി, അതാണ് മത്തിക്കറിക്ക് വേണ്ടത്. ഇനി ഇതിനെ ഞാൻ
കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ച് മത്തിക്കറി, അങ്ങനെ 10 മത്തിക്കറി ഉണ്ടാക്കുകയാണ്. മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ ഒരു ടൊമാറ്റോ ചേർക്കുന്നു. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. മാങ്ങ, മുരിങ്ങയ്ക്ക ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കുന്നു. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നു. ലാസ്റ്റിൽ ഉപ്പ് നോക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, ഒരു നുള്ള മഞ്ഞൾപ്പൊടി. ഇത്രയായിട്ട് ഇനി പഴമക്കാർ വയ്ക്കുന്ന അതേ രീതിയിൽ അവർ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറില്ല. എങ്കിലും ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർക്കാൻ പോകുന്നു. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പഴമക്കാർ ചേർക്കാറില്ല. ഇനി അവർ വയ്ക്കുന്നത് പോലെ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ പൂർവികർ വയ്ക്കുന്ന രീതിയിൽ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഫൈനൽ സ്റ്റേജ് അടുപ്പിൽ വയ്ക്കുക. വിറകടുപ്പിൽ വിറക് കത്തിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ അടുപ്പിൽ റെഡിയാക്കി കഴിഞ്ഞു. ഇനി കത്തിച്ചാൽ മതി. കത്തിച്ച് തിളച്ച് കുറുകി വരുമ്പോഴേക്കും, നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തീ കുറച്ച് കനലിലിട്ട് വറ്റിച്ചെടുക്കും. അങ്ങനെയാണ് നമ്മുടെ പൂർവികർ മീൻ വെച്ചത്. ഞാനിന്ന് എന്തായാലും അടുപ്പിൽ തീ കത്തിക്കട്ടെ. എൻ്റെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് ഇതിൽ ഉപ്പ് പാകമാണോ നോക്കണം. കുറവായിരിക്കും, മിക്കവാറും കൂടാൻ സാധ്യതയില്ല, ഒട്ടുമില്ല. ഉപ്പ് ചേർക്കണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. ഒഴിച്ച് വറ്റിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മനസ്സുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.